ഏകദേശം 68-69 വർഷം പിന്നിടുന്നു. അതുപോലെ തന്നെ റീഡേഴ്സ് ഫോറം, യുവത, ദേശബന്ധു ബാലവേദി 40-45 വർഷമായിട്ട് ദേശബന്ധു ബാലവേദി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഇടക്കാലത്ത് EMS അവാർഡ് സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെടുത്തിയ 2008-2009 EMS പുരസ്കാരം നേടിയ വായനശാല കൂടിയാണ് ദേശബന്ധു. പഴയകാലത്ത് പല പ്രഗത്ഭരും പങ്കെടുത്ത വലിയ സാംസ്കാരിക സമ്മേളനങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്ന ചില പ്രമുഖ വ്യക്തികൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊള്ളു. ഞാനിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇപ്പോൾ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ വേണിച്ചേട്ടൻ, ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള സ്വാഗതം ഞാൻ നേരുന്നു. യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ്. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഒരു മീറ്റിംഗിൽ വിളിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത് ഇവിടെ എത്തി. ലിഷ അനുപ്രസാദിന് ഈ യോഗത്തിൻ്റെ പേരിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് സന്തോഷ് കുമാർ സാർ. നിരവധി യോഗങ്ങളിലൂടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വർഷങ്ങളായി പൊതുരംഗത്ത് നിൽക്കുന്നു. വർഷങ്ങളായിട്ട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് യോഗത്തിൻ്റെ പേരിൽ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. നമ്മുടെ ദേശബന്ധു പരിതാപയുടെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ശ്രീമതി വിജയകുമാരിക്കും ഈ യോഗത്തിൻ്റെ പേരിലും ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു. നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറാണ്, രണ്ടാമത് പ്രാവശ്യവും വിജയിച്ചു വന്ന മെമ്പറാണ് ശ്രീ മധു ദാമോദരന് ഈ യോഗത്തിൻ്റെ പേരിലും ഇവിടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം പറയുന്നു. ഇവിടുത്തെ വനിതാ വേദിയുടെ ഭാഗമായി പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള 11ാം വാർഡ് മെമ്പർ കൂടിയായ ഷീജ മോഹനും യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞു. പിന്നീട് നമ്മുടെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം ഗ്രന്ഥശാല ഭരണസമിതിയിലും വൈസ് പ്രസിഡന്റായിട്ടും പിന്നീട് പ്രസിഡന്റായിട്ടും 10 വർഷക്കാലം പ്രവർത്തിച്ച, പിന്നീട് നമ്മുടെ ലൈബ്രറി കൗൺസിൽ പ്രതിനിധിയുമായിരുന്നു. അദ്ദേഹത്തിന് യോഗത്തിൻ്റെ പേരിലുള്ള ഓരോരുത്തരുടെയും പേരിലുള്ള സ്വാഗതം. നമ്മളുടെ ഗ്രന്ഥശാലയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം പറയും. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ സെക്രട്ടറി, ദീർഘകാലം സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കും എന്ന് മാത്രമല്ല ഗ്രന്ഥശാലയുടെ അക്കാലത്തെ പ്രധാന യോഗങ്ങൾ സംഘടിപ്പിക്കുക മുഖ്യ പങ്ക് വഹിച്ചു. 81ാം വർഷവും 82ാം വർഷവും പിന്നീട് ശതാഭിഷേകമൊക്കെ ഗംഭീരമായി നടത്തുവാൻ നേതൃത്വം നൽകിയ സോമൻ നായർ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം പറയും. നമ്മുടെ ഏറ്റവും അടുത്ത ഗ്രന്ഥശാലയുടെ പ്രസിഡന്റായിട്ടുള്ള MD രാജു സാറിന് യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം പറയും. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും നേരത്തെ പറഞ്ഞതുപോലെ ഗ്രന്ഥശാലയുടെ ഭാഗമാണ്. ഭരണസമിതിയിലെ അംഗങ്ങൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ചന്ദ്രസേനൻ നായർ, ഇന്ദിരാമ്മ ടീച്ചർ, മനോജ് സാറ്, എല്ലാവരുടെയും പേര് പറയുന്നില്ല. അങ്ങനെ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും, സന്തോഷ് കുമാർ 2-3 ദിവസമായിട്ടുള്ള അങ്ങനെ ഓരോരുത്തർക്കും ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും സ്വാഗതം പറയും. ഇന്നിവിടെ 2-3 വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിൻ്റെ നവീകരണം, ഇങ്ങനെ ഒരു ആഘോഷം നടത്തുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ നവീകരണം പ്രധാന ഒരാവശ്യമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതാനും സുമനസ്സുകൾ നമ്മളെ സഹായിച്ചു.
സഹായിച്ചു എന്ന് പറഞ്ഞാൽ നേരിട്ട് ഓരോ ജോലികളും ചെയ്യിച്ചു. ഗ്രന്ഥശാലയ്ക്ക് വെളിയിൽ കൂടി ഒരു സ്റ്റെയർ പണിയിച്ചു തന്നു. അത് നമ്മുടെ ഇന്ദിരാമറ്റി സാറാണ് പണിയിച്ചു തന്നത്. ഇന്ദിരാമ സാറിനെ ഇന്നിവിടെ ആദരിക്കുന്നു. അതുപോലെ എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ മോഹൻദാസ്, ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയി, കണ്ടത്തിൽ ശ്രീധരൻ നായരിയേട്ടൻ ഗ്രന്ഥശാലയുടെ ഭാഗമായിരുന്നു. അതുപോലെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്ന് ദീർഘകാലം പ്രവർത്തിച്ച, കാലത്ത് നടന്നുപോയി വേണം, കാൽനടയായി പോയി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കണ്ടത്തിൽ ശ്രീധരൻ നായരിയേട്ടൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. അദ്ദേഹം നമ്മുടെ ഈ ഗ്രന്ഥശാലയുടെയും ലൈബ്രറി കൗൺസിലിൻ്റെയും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ മോഹൻദാസ് ആണ് നമ്മുടെ ഗ്രന്ഥശാല മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ച് പുതുക്കി തന്നത്. പിന്നീട് അപ്പോഴും സീലിംഗ്, താഴെയും ഇവിടെയും സീലിംഗ് ഒക്കെ ശരിയാക്കണമായിരുന്നു. അത് നമ്മുടെ പ്രിയങ്കരനായ കൊച്ചുവീട്ടിൽ മാധു, അദ്ദേഹം ഇന്ന് സ്ഥലത്തില്ല, അല്ലെങ്കിൽ ഇവിടെ എത്തിയതിന് അദ്ദേഹം ആണ് ഈ സീലിംഗ് വർക്കൊക്കെ ചെയ്യിച്ചത്. അപ്പോൾ അദ്ദേഹത്തെയും യോഗത്തിൻ്റെ പേരിൽ, ഓരോരുത്തരുടെയും പേരിൽ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുന്നു. കൊച്ചുകുട്ടിൽ മധുവിൻ്റെ സഹധർമ്മിണി അമ്മയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും യോഗത്തിൻ്റെ പേരിലുള്ള സ്വാഗതം പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും, വനിതാവേദിയിലെ ഓരോ അംഗങ്ങൾക്കും, അതുപോലെ ലൈബ്രറിയും, അത് എടുത്തു പറയേണ്ടതാണ്, ഭരണസമിതിക്കൊപ്പം നിന്ന് ഈ നവീകരണ പ്രവർത്തനത്തിന് ആൾക്കാരെ കണ്ടെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ലൈബ്രറിയൻ ശ്രീമതി രമാദേവിക്ക് യോഗത്തിൻ്റെ പേരിലുള്ള സ്വാഗതം പറയുന്നു. ലൈഫ് മെമ്പേഴ്സ് ഉൾപ്പെടെ, ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും, വനിതാവേദിയിലെ ഓരോ അംഗങ്ങൾക്കും, അതുപോലെ ബാലവേദിയുടെ ഭാഗമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക്, ഭരണസമിതിയിലേക്ക് മുൻ അംഗങ്ങളായിട്ടുള്ളവർ ഇവിടെയുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഈ ദേശബന്ധു ഗ്രന്ഥശാല ഭരണസമിതിയുടെ പേരിലും യോഗത്തിൻ്റെ പേരിലുമുള്ള സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തട്ടെ. നന്ദി, നമസ്കാരം. വളരെയേറെ പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടികൾ നടന്നിട്ടുള്ള ഒരു ഗ്രന്ഥശാല അങ്കണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സമ്മേളനങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം പ്രൗഢഗംഭീരമായി തന്നെയാണ് നടന്നിട്ടുള്ളത്. ഓരോ പ്രോഗ്രാമുകളും അതിൻ്റെതായ നിലയിൽ വളരെ ഗംഭീരമായി തന്നെ കൊണ്ടുപോകാൻ അന്നത്തെയും ഇന്നത്തെയും ഗ്രന്ഥശാലകളോട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് എത്രത്തോളം വരാൻ കഴിയും? ഈ ഗ്രന്ഥശാലയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്, ധാരാളം മഹത്വ്യക്തികൾ ഇന്നും ഉണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കൊക്കെ ധാരാളം സഹായങ്ങൾ ചെയ്യാൻ കഴിയും. വായനയിലൂടെ കൂടുതൽ ആളുകളെ അറിവിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാക്കി ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തുവാൻ കഴിയും. ലൈബ്രറി പ്രസ്ഥാനം തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട ധാരാളം പദ്ധതികളുണ്ട്. സംസ്ഥാനത്ത് തന്നെ ലൈബ്രറി പ്രസ്ഥാനം എടുക്കുന്നത് തന്നെ ഒരു വലിയ പ്രതിജ്ഞയോടുകൂടി തന്നെയാണ് ലൈബ്രറി പ്രസ്ഥാനം രൂപം കൊള്ളുന്നതും ലൈബ്രറി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നതും. പണിക്കരി സാറിൻ്റെയും KM കേശവൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭം വെച്ച പ്രസ്ഥാനം ഒരുപക്ഷെ തിരുവിതാംകൂർ ലൈബ്രറി, കൊച്ചി ലൈബ്രറി എന്ന നിലയിലല്ല തന്നെ കേരളത്തിൻ്റെ ലൈബ്രറി പ്രസ്ഥാനമായി വളർത്തിയാണ് കേരളത്തിലെ ഗവൺമെൻറ്. അതൊന്ന് വലിയൊരു സംഘടിത ശക്തിയായി മാറിയിരിക്കുന്നു കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം. താലൂക്ക് തലത്തിൽ അതിൻ്റെ ശക്തമായ സംഘടനകൾ നിലവിലിരിക്കുന്നു. ജില്ലാ തലത്തിൽ അതിൻ്റെ ശക്തമായ സാഹിത്യകാരന്മാരെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭരായ ആൾക്കാർ, സംസ്ഥാനത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെല്ലാമാണ് അതിൻ്റെ ഭാരവാഹികൾ. കേരളം അറിയപ്പെടുന്ന കലാകാരന്മാരൊക്കെ അതിൻ്റെ ഭാരവാഹികൾ. കടമറ്റ രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അതിൻ്റെ ഭാരവാഹികളായി പ്രവർത്തിച്ചു. അങ്ങനെ പ്രഗത്ഭമതികളായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. വായിച്ച് അറിവ് വളർത്തുക എന്നുള്ളത് മാത്രമല്ല, ആ അറിവിലൂടെ എങ്ങനെ മനുഷ്യന് കൂടുതൽ നന്മ ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന്
തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ കേരളത്തിലെ മാറി മാറി വരുന്ന ഒരു ഗവൺമെന്റ് തന്നെ വ്യത്യസ്തമല്ല. എല്ലാവരും മാറി മാറി വരുന്ന ഗവൺമെന്റുകളെല്ലാം ഒരു വീക്ഷണത്തിലൂടെ അല്ലാതെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെയും വ്യത്യസ്തമായ വീക്ഷണത്തിലൂടെയും ഒരു വിഷൻ തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ നമുക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളോട് പ്രവർത്തിക്കുന്നവർക്കും പ്രവർത്തകരോടുമൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കേരളം യഥാർത്ഥത്തിൽ കേരളത്തിന് ഒത്തിരി മാതൃകകളും കേരളത്തിന് ഒത്തിരി സ്വകാര്യ അഹങ്കാരങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ധാരാളം മാതൃകകളുണ്ട്. ലോകത്തിന് തന്നെ മുമ്പിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലുള്ളത്. സാംസ്കാരികമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ച് സാംസ്കാരികമായി തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നാടാണ് കേരളം. കേരളം പിറവിക്ക് മുമ്പേ തന്നെ. അപ്പൊ അത്തരത്തിൽ കേരളമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സാഹിത്യകാരന്മാരും ഉത്പതിഷ്ണുക്കളായിട്ടുള്ള മഹാരഥന്മാരും. അപ്പൊ അവരെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാം തന്നെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെല്ലാം അതാണ് ഈ കേരളം ഇങ്ങനെ തന്നെ നിലനിന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. നാനാജാതി മതസ്ഥർ അധിവസിക്കുമ്പോഴും ഒരു മതേതരത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ കൊണ്ടുപോകാൻ കഴിയുന്നത് അറിവ് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് എന്ന് നമ്മൾ മുൻകൂട്ടി കാണാൻ കഴിയും. ആ മുൻകൂട്ടി കണ്ടുകൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ നമുക്ക് കേരളത്തെ കേരളമായി കാണാൻ കഴിയുന്നത്. തികച്ചും വീണ്ടും എന്നും അത് അത്തരത്തിൽ നിലനിൽക്കൊണ്ടുപോകാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളായി ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് എല്ലാ സംഘടനകളും പരിശ്രമിക്കുന്നതും അതേപോലെ തന്നെ എല്ലാ ഗവൺമെന്റുകളും പരിശ്രമിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥശാല ദേശബന്ധു ഗ്രന്ഥശാലയുടെ 100ാമത് വാർഷികം ആഘോഷിക്കപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ മറ്റു വിശിഷ്ട വ്യക്തികളായിട്ടുള്ള ശ്രീമതി തുളസി, ചേപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മധു ദാമോദരൻ, ശ്രീ ഷീജ മോഹൻ, ശ്രീ കെ വി ഹരികുമാർ, ശ്രീ എം ടി രാജു, ശ്രീ എസ് സോമനാഥൻ നായർ, ശ്രീ ശ്രോമൻ മിനു തുടങ്ങിയ വേദിയിൽ സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഒരു വലിയ ഉദ്ഘാടന പ്രസംഗമൊന്നും എനിക്ക് വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥശാലയുടെ പരിപാടിയിലേക്ക് തന്നെ വരുന്നത്. ഇപ്പം 2ാമത്തെ തവണയാണ് ഞാൻ ഈ ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം ആരും പ്രതീക്ഷിക്കരുത്. ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഞാനൊരു അധ്യാപിക കൂടിയാണ്, കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ ഗ്രന്ഥശാലയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്ന് പഠിച്ചു നോക്കിയിരുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഗ്രന്ഥശാലയാണിത്.
നിരവധി പ്രതിഭകൾക്ക് വെളിച്ചം പകർന്ന ഒരു സാംസ്കാരിക കേന്ദ്രം ഇന്നിവിടെ ശതാബ്ദി ആഘോഷത്തിന് നിറവിൽ നിൽക്കുകയാണ്. അപ്പൊ കേവലം ഒരു ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ വായനയുടെ അറിവ് മാത്രമാണെന്നാണ് എന്നിൽ ഒതുങ്ങി നിന്നിരുന്നൊരു കാര്യം. അത് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ സംസ്കാരത്തിനും ഉത്തേജനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സാമുദായിക കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുവരാനും അവരെ വിമർശനാത്മകമായിട്ട് ചിന്തിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഗ്രന്ഥശാലകൾ. അതുപോലെ ജാതി മത വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്നൊരിടമായിട്ടും പൊതു ഇടങ്ങളായിട്ടും നമ്മൾ ഗ്രന്ഥശാലകളെ കാണാറുണ്ട്. പിന്നെ ഇതിന്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറമുള്ള അറിവുകൾ നമുക്ക് ഈ വായനശാലകളിലൂടെ ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ വളരെ വായനാശീലം വളരെ കുറവാണ്. മിക്ക കുട്ടികൾക്കും അവർക്ക് വായിക്കാൻ വളരെ പ്രയാസമാണ്. ഇതുപോലെയുള്ള വായനശാലകൾ അവർക്ക് മുന്നോട്ടുള്ള പ്രചോദനം കൊടുക്കുന്നുണ്ട്. പഠിക്കാനും മറ്റ് വായന മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ വായനശാലകൾ. അതുപോലെ ഇപ്പോൾ ഇവിടുത്തെ വായനശാലയിൽ സാംസ്കാരിക കേന്ദ്രങ്ങളായിട്ട് ഇപ്പോൾ ചർച്ചകൾ, സംവാദങ്ങൾ, അങ്ങനെ മിക്ക പരിപാടികളും നടത്തുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാനും അവരുടെ ചിന്തകൾ വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു പൊതുവിടമായിട്ടും നമുക്ക് ഈ വായനശാലകൾ നിരവധി സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഡിജിറ്റൽ കാലഘട്ടമാണ്. ഈ വായന അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വായനാശീലങ്ങൾ പുറന്നോട്ട് പോകുന്നൊരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വായനശാലകൾ കുട്ടികൾക്ക് മുന്നോട്ട് വരാനും അവരെ മുന്നോട്ട് നയിക്കാനും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതൊരു ഞാനിവിടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇതൊരു കൂട്ടായ്മയാണ്. ഒരുപാട് ചെറുപ്പക്കാരായാലും ജാതി പ്രായ വ്യത്യാസമൊന്നുമില്ലാതെ നിരവധി ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ ഒരു ചടങ്ങ്, ഈ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നിരവധി കാര്യപരിപാടികൾ നടക്കുന്നുണ്ട്. ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനുവേണ്ടി ഗ്രന്ഥശാല പ്രസ്ഥാനം, നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം രാജഭരണത്തിന്റെ, അതായത് കേരളത്തിലെ തിരുവിതാംകൂറിനും തിരുക്കൊച്ചിയെന്നും മലബാറെന്നും ഇങ്ങനെ 3 പ്രവിശ്യകളായിരുന്നപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും രാജഭരണത്തിന്റെ തണലിലായിരുന്നു ഗ്രന്ഥശാല പ്രസ്ഥാനം. അറിവിലേക്ക് പറയാം, ഏവൂർ ദേശബന്ധുവിനേക്കാൾ ഇത്തിരി പ്രായത്തിൽ പ്രയാഗ് രാജരാജവർമ്മ ഗ്രന്ഥശാല 110 വർഷം പഴക്കം. അത് തിരുവിതാംകൂർ മഹാരാജാവ് നേരിട്ട് സ്ഥാപിച്ച ഗ്രന്ഥശാലയാണ്. ഇത്തരം തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ പേരില്ല, കാർത്തികപ്പള്ളി താലൂക്കിൽ തന്നെ എടുത്തറിയാം ശ്രീ രാജരാജവർമ്മ ഗ്രന്ഥശാല, അപ്പുറത്തോട്ട് വന്ന ശ്രീമൂല രാജവിജയ ഗ്രന്ഥശാല, കേരളവർമ്മ ഗ്രന്ഥശാല. രാജാക്കന്മാരുടെ രാജഭക്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗ്രന്ഥശാലയുടെ പേര് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ വ്യത്യസ്തമായിട്ട് കാണുന്നത്. കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അത്തരം ഒരു പേര് സ്വീകരിച്ചുകൊണ്ട് രാജഭരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വേണം. കാരണം അന്ന് പണിയായിരുന്നു ഈ അത്തരം ഗ്രന്ഥശാലകൾ പേരിടുമ്പോഴൊക്കെ രാജഭക്തിയുടെ തണലിൽ മാത്രം നിന്നിരുന്ന ഒരു ഗ്രന്ഥശാലയ്ക്ക് ഇത്തരത്തിലൊരു പേര് സ്വീകരിച്ചതിന് കൊണ്ടുപോകാൻ കാരണം ഈ പ്രദേശത്തെ അന്നത്തെ രാഷ്ട്രീയ ബോധവും ചരിത്രബോധവുമായിരുന്നു. എന്നാൽ ഗ്രന്ഥശാല പ്രസ്ഥാനം നമ്മൾ തിരുവിതാംകൂറിലല്ല ആരംഭിക്കുന്നത്, മലബാറിലാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. മലബാറിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും ഏവൂർ ദേശബന്ധുവിനേക്കാൾ എളുപ്പമാണ്. 88 വർഷക്കാലം 1937 മലബാറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. പക്ഷെ അത് സംഘടിതമായ ഗ്രന്ഥശാല പ്രസ്ഥാനമായിരുന്നു. 1945 രൂപീകരിക്കുമ്പോഴാണ് കേരളത്തിൽ സംഘടിതമായ ഗ്രന്ഥശാല പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ ഗ്രന്ഥശാല ഉണ്ടായിരുന്നത്. എന്നൊരു നാടിനൊരു ഗ്രന്ഥശാല എന്താണ് മാറ്റം ഉണ്ടാക്കിയത്? ഒരു നാടിനെ ഒരു ഗ്രന്ഥശാല മാറ്റമുണ്ടാക്കി എടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ആ നവോത്ഥാനത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് പോയതായിരുന്നു. ഇത് നവോത്ഥാനം ഒരു ഏകശിലാരൂപമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതല്ല. ഇങ്ങനെ പല വഴികളിലൂടെ, പല ചിന്തകളിലൂടെ, പല കൂടിച്ചേരലിലൂടെ, ഒത്തൊരുമിക്കലിന്റെ ആണ് നമ്മുടെ ദേശീയതയും നമ്മുടെ ഈ സ്വാതന്ത്ര്യം പുറത്തുണ്ടായത്. അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, മറ്റ് നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പോലെ, പുരോഗമന പ്രസ്ഥാനങ്ങളെ പോലെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം അക്കാലത്ത് നാട്ടിൻപുറത്തെ അക്ഷരം പഠിച്ചു വരുന്നവർക്ക്,
നിങ്ങൾക്ക് പരിശോധിച്ചറിയാം 100 വർഷക്കാലം മുമ്പേ, പോട്ടെ 50 വർഷക്കാലം മുമ്പേ ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നു? അന്ന് വിദ്യാഭ്യാസം മാറ്റി നിർത്തപ്പെടുന്നു ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു കാര്യം. ഒരു വിഭാഗമൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല. അതിൽ തന്നെ പണമുള്ളവർക്ക് മാത്രം പഠിക്കുവാൻ പറ്റുന്ന കാര്യമാണ്. പട്ടരായന്റെ അച്ഛനെ പഠിക്കാൻ പോയ തമ്പുരാൻ എന്നാണ് പറഞ്ഞില്ല. കാരണം അദ്ദേഹം വെളിയിൽ പോയി കുടുംബത്തിനാണ് പോയി പഠിച്ചത്. പഠിക്കാൻ പോയ തമ്പുരാൻ, ആ വാക്യത്തിന്റെ അർത്ഥം പറയാം. കാരണം ആരാണോ അന്ന് പഠിക്കാൻ പോകുന്നത്, സമ്പത്തുള്ളവർ പഠിക്കാൻ പോകുന്നില്ല. പക്ഷെ നാട്ടിലെങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം വന്നു? നാട്ടിലെങ്ങനെ പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ട് സാധാരണപ്പെട്ട ഇഴുകിച്ചേരാൻ കഴിഞ്ഞു? അവൻ അക്ഷരാഭ്യാസം പഠിച്ചതിന് ശേഷം അവന്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, അനൗപചാരികമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനമായി ചേർന്നുകൊണ്ടായിരുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം വിദ്യാഭ്യാസ സാധാരണ. അവന്റെ അവകാശത്തെ കുറിച്ച് ചോദിക്കാനും അവന്റെ അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനും കഴിയുന്നത് ഗ്രന്ഥശാലകളാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന ടി വിയിൽ ഇരുന്ന ലോകത്ത് എവിടെ നടക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷെ പണ്ടങ്ങനെ പറ്റത്തില്ല. കുമാരനാശൻ മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷമാണ് മലബാറിലെ ഒരു പത്രത്തിൽ കുമാരനാശൻ മരിച്ചു എന്ന് ഉള്ള വാർത്ത വരുന്നത്. ഇന്നോ എന്റെ വീടിന്റെ അപ്പുറത്ത് പുല്ലുവളകര ഒരു വീടെടുത്ത് നടന്നപ്പോ ഞാൻ വീട്ടിലിരിക്കുക, വീട്ടിൽ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുന്നു, പുല്ലുവളകര അമ്പലത്തിന്റെ അപ്പുറത്ത് കടയ്ക്ക് വീടിച്ചെന്ന്. ഞാൻ തൊട്ടപ്പുറത്തേക്ക് എനിക്ക് അറിയത്തില്ല. കാരണം 5 മിനിറ്റ് മുമ്പേ അദ്ദേഹത്തിന്റെ ഭാര്യ ബസ്സിൽ കൂടെ പോയപ്പോൾ പുല്ലുവളകര അമ്പലത്തിന്റെ അപ്പുറത്ത് തീ പിടിച്ചാൽ കണ്ട് അദ്ദേഹത്തിന് ഭർത്താവിനെ വിളിച്ചറിയിക്കുന്നു. ഭർത്താവ് എന്നെ വിളിച്ചു ചോദിക്കുന്ന വിവരം അറിയുന്നു. ഇതാ നമ്മുടെ വാർത്താവിതരണ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ പട്ടിക. അത്തരത്തിൽ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഈ രൂപത്തിൽ നിന്ന് വരുമ്പോൾ കേരളത്തിൽ ചുരുക്കം എന്തിനാ നമ്മുടെ കാർത്തികപ്പള്ളി താലൂക്കിൽ 35 ഗ്രന്ഥശാലകളായിരുന്നു. 35 ഗ്രന്ഥശാലയിൽ 84 ഗ്രന്ഥശാല ഉണ്ടാക്കി വെച്ചാൽ ജനങ്ങൾ സഹകരിച്ചാൽ. ഞങ്ങളിപ്പം പ്രസിഡന്റ്, സെക്രട്ടറിയോ കമ്മിറ്റിക്കാരോ വോട്ട് വെച്ചിട്ട് ഗ്രന്ഥശാല ഉണ്ടാക്കി. നാട്ടുകാരെ സഹകരിച്ചാൽ, വായനക്കാരെ സഹകരിച്ചാലും ഉള്ളൂ. പലപ്പോഴും പറയും നമുക്ക് ഗ്രന്ഥശാലയുടെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കും. ഗ്രന്ഥശാലയുടെ പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ കാര്യം, ഇന്ന് ഇത്രയും പേരെ കൂട്ടിയിരിപ്പിക്കുവാൻ കഴിഞ്ഞ നമ്മുടെ ഗ്രന്ഥശാലയുടെ കാര്യം. നമുക്ക് മറ്റേ ആരാധനാലയങ്ങളിൽ പോകുന്നതിനകത്തും തെറ്റ് ഞാൻ പറയത്തില്ല, വിശ്വാസങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല, അവിടെയൊക്കെ പോകും. പക്ഷെ അവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഏക രൂപത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? നമ്മൾ മെഴുകുതിരി കത്തിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ഒരേ ചിന്ത. നമ്മൾ വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. പക്ഷെ നമ്മളോ ഇവിടെ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ ചിന്താധാരകളുള്ളവരായിട്ട് സംസാരിക്കുന്നു, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നു, അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നു, നമുക്ക് ആശയങ്ങൾ കൈമാറുന്നു, നമുക്കില്ലാത്ത അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർക്കുള്ള അറിവ് നമ്മൾ സ്വീകരിക്കുന്നു. ഇതാണ് ഇത്തരം കൂട്ടായ്മകളുടെ ഒരു പ്രത്യേകത. ഈ കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഗ്രന്ഥശാലകൾ സജീവമാണെന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം കൊടുക്കൽ വാങ്ങൽ ശാലകളായി മാത്രം ചുരുങ്ങണ്ട. ഗ്രന്ഥശാലകൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചെന്നിട്ട് സമൂഹത്തിന്റെ ഇടയിൽ, അതായത് പ്രായപരിധിയില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഓരോരോ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ കൃത്യമായി വിനിയോഗിക്കുവാൻ ഇവിടുത്തെ ഗ്രന്ഥശാല പ്രവർത്തകർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കേരളീയ സമൂഹത്തിന് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു പറഞ്ഞു. ശരിയാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെ തള്ളിപ്പറയാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, റോഡ് പണിയുമ്പോൾ ആ റോഡ് പണിക്കാരന്റെ കുഞ്ഞുങ്ങൾ അപ്പുറത്ത് നിന്ന് മണ്ണ് മാറി കളിക്കുന്ന കാഴ്ച കേരളത്തിൽ എവിടെയും കാണാൻ പറ്റും. കേരളത്തിൽ റോഡ് കിടക്കണമല്ലോ, ആ റോഡ് കിടക്കുമ്പോൾ ഏതെങ്കിലും രക്ഷകർത്താക്കളുടെ മക്കള് ആ റോഡിന്റെ സൈഡിൽ നിന്ന് മണ്ണ് വാരി, പക്ഷേ കേരളത്തിന് വെളിയിലേക്ക് അപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് വലിയ വികാസം ഉണ്ടായി നമ്മൾ കാണും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും സ്കൂളിൽ പോകാതെ, ഇത് ഏതെങ്കിലും കുട്ടികൾ പഠിക്കാൻ പോകാത്ത വീടുണ്ടോ? ഏതെങ്കിലും കുട്ടികൾ പഠിക്കാൻ പോകാത്ത വീടുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇടപെടാൻ പറ്റും. ഒരു കുട്ടികൾ പോലും പഠിക്കാൻ പോകാത്ത വീടുകളില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. കേരളം മാറി വെച്ചാൽ ഞാൻ ഭരണനേട്ടത്തിന്റെ കാര്യം പറഞ്ഞല്ല, ഇന്നലകളിൽ നമുക്ക് മുമ്പേ നടന്നുപോയ തിരിതെളിച്ച വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞു. ആ ദിശാബോധത്തോട് സഞ്ചരിക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞത്. ഇനിയും നാളെയും മാറ്റം ഉണ്ടാകണം. ഇന്നലകളെല്ലാം മാറ്റിമറിച്ചു പറഞ്ഞു. ഇന്നലകളിലെല്ലാം മാറ്റിമറിച്ചപ്പോൾ ചില നന്മകൾ സ്വീകരിച്ചപ്പോൾ ആ നന്മയോടൊപ്പം തന്നെ ചില തിന്മകളെയും നമുക്ക് സ്വീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എടുത്തു നോക്ക്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഭക്ഷണമുണ്ട്. പണ്ട് കാലങ്ങളിൽ പറയുന്നത് കേൾക്കാം, ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം, വൈകുന്നേരം അമ്മ. സമാഹാരങ്ങളിലുണ്ട്. അത് കുഞ്ഞുങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും വളരെ പ്രയോജനപ്രദമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ സന്തോഷം തോന്നുന്നൊരു ദിനമാണിന്ന്. നമുക്കിനിയും ഈ വായനശാലയുടെ വളർച്ച വളരെ വേഗത്തിലാകട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അതോടൊപ്പം ചേപ്പാട് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രൊജക്റ്റ് വെച്ചത് പ്രകാരം പലവിധ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയും തുടർന്നും ഞങ്ങളുടെ ഭരണസമിതി ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. കാര്യം ഈ വാർഡിൻ്റെ മെമ്പറുണ്ട്. ഈ ദേശബന്ധു വായനശാലയുടെ ഭാഗമായിരിക്കുന്ന ഷീജ മെമ്പറുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഈ ഗ്രന്ഥശാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും ഈ തരുണത്തിൽ ഞാൻ പറയുന്നു. എല്ലാവിധ ആശംസയും നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം ജിഷി മുഖ്യപ്രഭാഷണം നടത്തി കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് സന്തോഷ് കുമാർജി, മറ്റ് വേദിയിൽ സദസ്സിലിരിക്കുന്ന പ്രമുഖരും ആദരണീയരുമായ വ്യക്തികൾ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ദേശബന്ധവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനത് നിർത്താം. ഈ വായനശാലയുടെ പേര് ദേശബന്ധു എന്നാണ്. ദേശബന്ധു എന്ന് പറഞ്ഞാൽ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചു ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് പശ്ചിമ ബംഗാളില്, അതായത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, അഭിഭാഷകൻ, സാഹിത്യകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ, അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ നിയമസഭാ സാമാജികരുമായിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹം മരിച്ചത് 1925-ലാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ദേശത്തോടുള്ള അടങ്ങാൻ വയ്യാത്ത സ്നേഹവും താല്പര്യവും മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് ദേശബന്ധു. അപ്പൊ ദേശബന്ധുവിന് പേര് കൊടുത്തത് രാഷ്ട്രപിതാവ്. ആ പേര് ലഭിച്ചത് ചിത്തരഞ്ജൻ ദാസ് കൃഷ്ണ. അപ്പൊ ആ ചിത്തരഞ്ജൻ, അപ്പൊ പേര് കൊടുത്താളിന്റെയും പേര് ലഭിച്ചാളിന്റെയും ആകസ്മികമായ ദാസിന്റെ മരണത്തിന് ശേഷം ഏവൂർ നിവാസികൾ 1925 അദ്ദേഹം മരിക്കുമ്പോൾ ഏവൂർ നിവാസികള് ഈ മരിച്ച ചിത്തരഞ്ജൻ ദാസ് അദ്ദേഹത്തെ പറ്റി ഒന്ന് അയവിറക്കാൻ അത്ര പൗരബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള, രാഷ്ട്രസ്നേഹമുള്ള ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചാണ് ഇടയാറ്റൂർ വടക്കതിൽ വരാന്തയിൽ 25 പുസ്തകങ്ങളുമായി ദേശബന്ധു വായനശാല ആരംഭിക്കുന്നത്. അദ്ദേഹമായിരുന്നു സെക്രട്ടറി. പ്രസിഡന്റിന്റെ കാര്യം രാജ്മോഹൻ സൂചിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആദ്യത്തെ, ഇവിടുത്തെ വായനശാലയുടെ പ്രസിഡന്റ്, സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. ഇവിടെ വെച്ചാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ യോഗം നടക്കുന്നത്. ദേശബന്ധുവിന്റെ പ്രത്യേകതയല്ലേ ഇതൊക്കെ. അപ്പോൾ ആ ദേശബന്ധു ഗ്രന്ഥശാലയാണ് ഇന്ന് 100 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നത്. എനിക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത്, എനിക്ക് പ്രായം അത്രയൊന്നും ഇല്ല, പക്ഷേ ദേശബന്ധു എന്ന് പറയുന്ന വായനശാലയെ നെഞ്ചോട് ലാളിച്ച് സ്നേഹിച്ചു വളർത്തി വലുതാക്കി ചേപ്പാട് പഞ്ചായത്തിലും കാർത്തികപ്പള്ളി താലൂക്കിലും മാത്രമല്ല സംസ്ഥാനത്തുടനീളവും വിദേശത്തും ദേശബന്ധു എന്ന പുസ്തകങ്ങൾ വായിച്ച് വിജ്ഞാനമുണ്ടാക്കി, വിദ്യാഭ്യാസമുണ്ടാക്കി, വലിയ വലിയ പോസ്റ്റുകളിൽ വിരാജിക്കുന്നതും അത് കഴിഞ്ഞതുമായ അനേകം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, നമ്മുടെ ബാലരാമദാസ് സാർ. അദ്ദേഹത്തിന് ദേശബന്ധു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധാമണി ടീച്ചറിനേക്കാൾ വലിയ വാല്യൂമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത സമയത്ത് മൺമറഞ്ഞു പോയ മാധവൻകുട്ടി സാറ് നേരത്തെ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ്, അതുപോലെ രാജ്മാൻ സൂചിപ്പിച്ചതുപോലെ ഈ ദേശബന്ധു കലാസമിതി ആദ്യമായിട്ട് അനാർക്കലി വാസത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുൻപന്തിയിൽ നിന്ന് വ്യക്തിയുള്ള ഒരാളാണ് മാധവൻകുട്ടി സാർ. മാധവൻകുട്ടി സാറിന്റെ കവിതയിലും നാടകത്തിലും സാഹിത്യത്തിലും ഇംഗ്ലീഷിലും അപാര പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് പറയാൻ ദേശബന്ധുവിനെ അദ്ദേഹവും
അതായത് തൻ്റെ തോളോട് തോൾ നിർത്തി വളർത്തിയെടുത്തതാണ്. അതിനു മുമ്പ് മരിച്ചുപോയ അനേകം ആളുകൾ ഈ വായനശാലയ്ക്ക് നൽകിയ സേവനങ്ങൾ, ഈ വായനശാലയെ വളർത്തിയെടുക്കാൻ നൽകിയ അതില് കണക്ക് കൂട്ടുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, 2016-17 ദേശബന്ധു വായനശാലയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഒഴിഞ്ഞു. 2 ടൈം പ്രസിഡന്റ് ആയിരിക്കും. ആ വർഷം ഞാൻ ഒഴിയുന്നതെന്ന് വെച്ചാൽ എന്റെ സേവനം കഴിയുന്ന വർഷം, അതിൽ തൊട്ടു പറയാൻ വർഷം ഞങ്ങൾ ശ്രമം നടത്തി A+ കിട്ടാൻ. സർവാദരണീയമായ സന്തോഷ് സാറും നമ്പി സാറും ഒത്തിരി സഹായിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒരു വാശി, 16-17 A+ വാങ്ങിക്കണം. അങ്ങനെ A+ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് ചുരുക്കത്തിലെ വായനശാലകൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ്, അത് വാങ്ങിച്ചെടുത്തു. ഇക്കാര്യത്തിൽ നമ്മുടെ ലൈബ്രറിയിൽ രമ വഹിച്ച പങ്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഓർക്കുമ്പോൾ, ദേശബന്ധുവിനെ പറ്റി ഓർക്കുമ്പോൾ ആരെയൊക്കെ ഓർക്കണം, ആരൊക്കെ ഇതുകൊണ്ട് പ്രയോജനം എന്ന് വെച്ചാൽ ഗുണമുണ്ടാക്കി, ആരൊക്കെ ദേശബന്ധുവിന് ഗുണമുണ്ടാക്കി തന്നു, ഇത് ഓർമ്മയിരിക്കണം. ഈ അക്ഷരമുദ്ദേശി അതും മറക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പ്രായമായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 84 വയസ്സാകുമ്പോൾ എന്താ നടക്കും? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തുളസി, ബാക്കി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളിൽ സമയം ഒരുപാട് ദീർഘമായി പോയി. അതിനാൽ ഞാൻ ചുരുക്കമായി സംസാരിക്കുന്നുണ്ട്. 100 വയസ്സ് തികയുന്ന ഏവൂർ ദേശബന്ധു വായനശാലയ്ക്ക് കണിച്ചനല്ലൂർ EMS ഗ്രന്ഥശാല എന്ന വായനശാലയുടെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നടത്തുന്നു. അനുപ്രസാദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ച താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുമാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെ അഭിമാനകരമായ നിമിഷം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശബന്ധുവിൻ്റെ ഭാഗമായി നിൽക്കാനും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഒരുപക്ഷെ ഇന്നിപ്പം 2 തവണ പഞ്ചായത്തിൽ ജനപ്രതിനിധി ആകാനും കഴിഞ്ഞത് ഈ ഗ്രന്ഥശാലയോടൊപ്പം നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഞാൻ കാണുകയാണ്. ഇവിടെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം ഈ ഗ്രന്ഥശാലയുടെ ചരിത്രവും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം ഇവിടെ എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ സന്തോഷ് സാർ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ചെറുപ്പക്കാരുടെ കുറവെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ 9:30 മണി വരെയോളം അവരാണ് ഈ ഹോള് ഈ ലെവലിലേക്ക് ആക്കിയത്. ഇന്ന് അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് പോകേണ്ടത് കൊണ്ടാണ് അവരാരും ഇന്നിപ്പോൾ ഇവിടെ ഇല്ലാത്തത്. നല്ലൊരു യുവതയുടെ കഠിനമായ ശ്രമം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അവരെ നമ്മൾ അങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന സഞ്ജയ് ഇവിടെയുണ്ട്. പിന്നൊരു കാര്യം, വനിതാവേദിയെ കുറിച്ച് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചിരുന്നു. വളരെ നല്ല രീതിയിൽ 1958 തുടങ്ങി വളരെ അധികം പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ ഒരു വനിതാവേദിയാണ്. വെറുതെ ഒരു കലാപ്രകടനം അങ്ങനെ മാത്രമായിരുന്നില്ല, ധാരാളം തൊഴിൽ സംരംഭങ്ങൾ പരിശീലിപ്പിച്ച് വിട്ടിട്ടുള്ള ഒരു വനിതാ വേദിയാണ് ദേശബന്ധുവിൻ്റെ എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ ദേശബന്ധുവിനോട് തൊട്ട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു അംഗനവാടിയുണ്ട്. ആ അംഗനവാടിയുടെ തുടക്കം ദേശബന്ധുവിൻ്റെയാണ്. ദേശബന്ധുവിലെ അംഗമായിരുന്ന, ദേശബന്ധു വനിതാവേദിയുടെ അംഗമായിരുന്ന ഭാഗമായിരുന്ന സരസ്വതി അമ്മ നൽകിയ സ്ഥലത്ത് ദേശബന്ധുവിന് വേണ്ടി കൈമാറി. ഇപ്പോഴും നമ്മുടെ മിനിറ്റ്സിൽ ആ രേഖകളുണ്ട്. ആ സ്ഥലത്താണ് ആദ്യമായി ബാലവാടിയായിട്ട് അത് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്ത് അംഗനവാടിയായി മാറിയതാണ്. ഇപ്പോഴും ദേശബന്ധുവിൻ്റെ ഭാഗം തന്നെയാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വനിതാവേദിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുകൂടി ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. തുടർന്ന് വരുന്ന വർഷങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ
ഈ അക്ഷരമുത്തശ്ശിയുടെ ഈ ശതാബ്ദി ആഘോഷവേളയിൽ വരും കാലങ്ങളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മറ്റു ബഹുമാന്യരെ, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും വളരെ ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് അറിയാം. ഇന്ന് നോട്ടീസിൽ കണ്ടതുപോലെ വലിയ പ്രഗത്ഭരായ കുറേയധികം പ്രാസംഗികരുള്ളത് കൊണ്ട് ഞങ്ങൾക്കാർക്കും ആ ഒരു അവസ്ഥ കിട്ടത്തില്ല എന്നറിയാവുന്നത് കൊണ്ടും ഒന്നും ആലോചിച്ചോ മറിച്ച് നോക്കിയൊന്നും അല്ല വന്നതിന് ശേഷമാണ് ഞങ്ങളും സംസാരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ആ ആലോചിച്ചത് ബഹുമാനിയായ പ്രാസംഗികരെല്ലാം പറഞ്ഞ് അതൊരു ആവർത്തന വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ വൈകികളിൽ. ഇനി തുടർന്ന് തിരുവാതിര പോലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. എന്നിരുന്നാലും 100 വർഷങ്ങൾക്ക് മുമ്പ് ഏവരുന്ന ഈ കുഗ്രാമത്തിൽ ഇതുപോലൊരു സരസ്വതി ക്ഷേത്രം നിർമ്മിക്കണം എന്ന് തോന്നിയ ആ മഹാരഥന്മാരെ മനസ്സിൽ ഒത്തിരി ബഹുമാനത്തോടെ ചിന്തിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മുൻപ് പ്രസംഗിച്ച പ്രാസംഗികർ പറഞ്ഞവരെ കേരളത്തിലെ തന്നെ എണ്ണി പറഞ്ഞാൽ 10 ഗ്രന്ഥശാലകൾ എടുത്താൽ അത് ഒന്നായി മാറാൻ ഈ സ്ഥാപനത്തിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും കഴിവും പണവും സമയവും ഒക്കെ ചെലവഴിച്ച് ഈ സ്ഥാപനം ഇത്തരത്തിൽ വളർത്തിയെടുത്ത മഹാരഥന്മാരെ എല്ലാവരെയും മനസ്സിൽ പൂജിച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ മെമ്പറായി 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട് വരാൻ സഹായിച്ച ഈ പ്രദേശത്തെ ഗ്രാമവാസികളെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് ഈ ഒരു വർഷം നീളുന്ന 100 വർഷ ആഘോഷത്തിന്റെ തുടക്കവേള തുനി വരാനിരിക്കുന്ന വലിയ വലിയ പരിപാടികൾ, അതിന്റെ സമാപനം, അങ്ങനെ ഒരു ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനുണ്ട്. എല്ലാ വലിയ പരിപാടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. തുടർന്നുള്ള ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ചേപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഏകോപിപ്പിച്ച് അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഞങ്ങൾ ജനപ്രതിനിധികളെ എല്ലാവരെയും ആദരിച്ചിരുന്നു ഗ്രന്ഥശാല. അതിനെ കൂടി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥശാല സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ, പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും സാധന സംഘത്തിനോടും ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ കയ്യും മെയ്യും മറന്ന് ദിവസങ്ങളോളം അധ്വാനിച്ചു. 2 ദിവസം, ഒരു ദിവസം മുമ്പാണ് ഈ സീലിംഗ് വർക്ക് കഴിഞ്ഞത്. ഇതിന് അകത്തിൽ കിടന്ന പൊടിയും പടലും എല്ലാം ഇത് ഇത്രമാത്രം വൃത്തിയാക്കാൻ എടുത്ത ത്യാഗം പെട്ടെന്ന് അറിയാൻ ഇതിനോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള കലക്ഷൻ വേണമായിരുന്നു. ദേശബന്ധുവിന്റെ കയ്യിൽ പൈസ ഇല്ല, ഇവിടെ നിന്ന് കിട്ടുന്ന മാസവരി കൊണ്ട് ഇതൊക്കെ ഓടിക്കാൻ ഒന്നുമില്ല, ഇതിന് പണം വേണം. നമ്മൾ ബൃഹത്തായ ഒരു പരിപാടി വെളിയിൽ വെച്ച് നടത്താതെ ഇവിടെ തന്നെ ഒതുക്കിയതിൻ്റെയും കാരണം അതാണ്. വലിയ പരിപാടികളിലേക്ക് പോകാതെ ഇപ്പോൾ ഇതിനു ശേഷം ഒരു തിരുവാതിര മാത്രമേ ചെയ്യുന്നു. ശ്രീമതി ജലജ, കമ്മിറ്റി അംഗമായിട്ടുള്ള ജലജയുടെ ആ എഫർട്ടിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. നമുക്ക് വലിയൊരു പരിപാടി, ഗാനമേളയോ കഥാപ്രസംഗമോ ഒന്നും നടത്താൻ സാധിക്കാതെ വന്നതിന്റെ കാരണം ഇതാണ്, സാമ്പത്തികമായ പോരായ്മ. അതിനെ തരണം ചെയ്യുവാനായിട്ട് കുറേ ദിവസങ്ങളിൽ കുറേ അധികം വീടുകളിലേക്ക് ഇന്ന് പിരിവുകൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന നാട്ടിലേക്കാണ്, ഉത്സവങ്ങളും പറകളും എല്ലാം കൊണ്ട് നട്ടം തിരിഞ്ഞിരിക്കുന്ന വീടുകളിലേക്കാണ് ഈ കൂപ്പണുമായിട്ട് ചെല്ലുന്നത്. വളരെ വിഷമത്തോടാണെങ്കിൽ ഗ്രന്ഥശാലയും കേൾക്കുമ്പോൾ തന്നെ, വായനയും കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു മരവിപ്പാണ്.
അവിടെ ചെന്നവരുടെ പോയി കൈനീട്ടിയവരുടെ മഹത്വം കൊണ്ടുകൊണ്ടാകാം എന്തെങ്കിലും തന്നിട്ടുള്ളത്. അല്ലെ അക്ഷരത്തെ സ്നേഹിച്ചിട്ടുള്ളവരുടെ മഹാമനസ്കത കൊണ്ടാണ് കുറച്ചെങ്കിലും ചെയ്തിട്ടുള്ളത്. ഏവൂർ ദാമോദരൻ നായർ എന്ന് പറയുന്ന മഹാനായ തുള്ളൽ കലാകാരന്റെ മകൻ, അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയായ ശ്രീ ഏവൂർ രാധാകൃഷ്ണൻ ചേട്ടൻ ഇപ്പൊ ഈ ആദ്യത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, സുധ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി എഴുത്തുകാരൻ അക്ഷരത്തെ സ്നേഹിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ യോഗത്തെ ധന്യമാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരോടുള്ള ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അതോടൊപ്പം ഭരണസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സന്തോഷിന്റെ കാലിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പോലും അദ്ദേഹത്തിന് ഈ സ്റ്റെപ്പ് കയറി മുകളിൽ വരിക സാധ്യമാണ്. എങ്കിൽ തന്നെയും ദിവസങ്ങളോളമാണ് ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചത്. അതുപോലെ അനിൽകുമാർ, ശ്രീ ഹരികുമാർ, ശ്രീ മനോജ് കൊല്ലശ്ശേരി കാണുന്നില്ല, അഭിജിത്ത്, ചെറുപ്പക്കാരുടെ അപാകതയുടെ സന്തോഷം പറഞ്ഞെങ്കിലും വളരെ ചെറുപ്പമായ അഭിജിത്തും ശ്രീറാമും അടക്കമുള്ള ഒരു യുവത തന്നെ ഈ ഗ്രന്ഥശാലയോടൊപ്പം ഉണ്ട്. സഞ്ജയ്, അഭിജിത്ത്, ശ്രീറാം തുടങ്ങി. പിന്നെ എനിക്ക് ഒരു ചെറിയ കൃതജ്ഞത പറയേണ്ട മണിച്ചേച്ചിയാണ്. ഈ മണിച്ചേച്ചി ഇതിനെ വൃത്തിയാക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ആ മനസ്സിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, അതോടൊപ്പം ശ്രീമതി രമാദേവി ലൈബ്രറിയൻ, ചേച്ചിയുടെ മകൾ ലക്ഷ്മി, അവരോട് നേരത്തെ തന്നെ ഇവിടെ പ്രാസംഗികർ സംസാരിച്ചു. ലൈബ്രറിയുടെ കർത്തവ്യം എന്താണ്, അതിന് ഒത്തുയരുക, ഒരു A+ ലൈബ്രറിക്ക് വേണ്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക. അതിനെല്ലാം സാധ്യമാക്കിയത് ശ്രീമതി രമാദേവിയാണ്. TR രമാദേവിയും മകൾ ലക്ഷ്മി. അതിലുപരിയാണ് ലക്ഷ്മി ഓരോ ജോലികളും ചെയ്യുന്നതും ഈ ഭരണസമിതി അംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നോട്ടീസ് ആയിക്കൊള്ളട്ടെ എല്ലാം രൂപരേഖകൾ തയ്യാറാക്കുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി. അവരോടുള്ള നന്ദിയും കടപ്പാടും പറയുന്നു. ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു ഗ്രന്ഥശാലയെ സംബന്ധിച്ച് അതിൻ്റെ അധ്യക്ഷനാണ് അഡ്വക്കേറ്റ് ശിമുരാജ്. ഈ പ്രവർത്തനങ്ങളെ സ്വാഗത സംഘമായിക്കൊള്ളട്ടെ, ലൈബ്രറിയുടെ ഭരണസമിതി ആയിക്കൊള്ളട്ടെ, യുവത ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ, സാമ്പത്തികമായ കാര്യങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മ വന്ന് ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്ന ആ വ്യക്തിത്വമാണ്. പരിപാടികളിൽ കുറവുണ്ടായാലും അദ്ദേഹം തന്നെയാണ് ഇതിന് എല്ലാം ടെൻഷൻ കൂടുതൽ അനുഭവിക്കുക. തീർത്തും ചോദ്യങ്ങൾ അങ്ങോട്ടേക്കാണ് വരിക. വരുമോ ഇന്ന് രാവിലെ തൊട്ട് ആ ഫോൺ സ്വസ്ഥത കൊടുത്ത് കാണത്തില്ല അദ്ദേഹത്തിന്. പല കോണുകളിൽ നിന്നും വേണ്ടിയാണ് മന്ത്രി വരുവോ MLA വരുവോ ഇല്ല, അതിന് ആൻസർ പറയണം. അതിൻ്റെ ഇടയ്ക്ക് ഇതിന് വേണ്ട സാമ്പത്തികത്തെ കുറിച്ചുള്ള ആലോചനകൾ, സദസ്സിലെ ആൾക്കാർ എത്തുമോ എന്നുള്ള വേവലാതി, ഇങ്ങനെ പലവിധ ടെൻഷനുകൾ സഹിച്ച് ആണെങ്കിൽ തന്നെ ഈ ശതാബ്ദി ആഘോഷത്തെ ധന്യമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അഡ്വക്കേറ്റ് ഷിമുരാജിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.